ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ജിമ്മിലേക്ക് പോകാനായിട്ടുള്ള പരിപാടിയൊക്കെ നോക്കുവാണ്. അപ്പം ഞാനിവിടെ പ്രീ വർക്കൗട്ട് മീലായിട്ട് കഴിക്കുന്നത് ഒരു കപ്പ് ഓഫ് കോഫി പിന്നെ ഒരു റോബസ്റ്റ പഴമാണ്. അപ്പം നോർമലി എല്ലാ ദിവസവും ഈ സെയിം സാധനം തന്നെയാണ് ഞാൻ വർക്കൗട്ടിന് മുമ്പ് കഴിക്കാറ്. അപ്പോൾ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറേ സമയമുണ്ടായിരുന്നു. സമാധാനത്തോടെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലാത്ത ദിവസം ഇപ്പോൾ വർക്കിംഗ് ഡേ ആണെങ്കിൽ നമ്മൾ രാവിലെ കുഞ്ഞിനെ സ്കൂളിലേക്ക് വിട്ടിട്ട് തിരിച്ച് വന്നിട്ടൊക്കെയാണ് ജിമ്മിൽ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വർക്കിനും കയറാൻ. അപ്പോൾ ഇന്ന് അങ്ങനെ അത്ര ധൃതി പിടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സമയം ഇഷ്ടം പോലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പതുക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം നേരെ തിരിച്ച് ഫ്ലാറ്റിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പോയത് ഫ്രഷ് ആവാനാണ്. അപ്പം ഞാൻ ഹെയറും വാഷ് ചെയ്യുന്നുണ്ട്. കാരണം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിയുമ്പം ഹെയർ മൊത്തം സ്വെറ്റായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈറ്റമിൻ സി സെറാണ് ഫേസിൽ യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് പാടുകളൊക്കെ ഉണ്ടായിരുന്നു മുഖത്ത്. അപ്പോൾ ചെറുതായിട്ടത് ഫെയ്ഡ് ആവുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഇന്ന് കഴിക്കുന്നത് കൊഴുക്കട്ടയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബൊട്ടീക്ക് വരെ ഒന്ന് പോകാനുണ്ട്. നമ്മൾ പോത്തീസ് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ആ ഡ്രസ്സ് എനിക്ക് തയ്ക്കാൻ കൊടുക്കാനുണ്ട്, ഒരു കുർത്ത തയ്ക്കാനുണ്ട്. അപ്പം ഞാൻ Pinterestൽ നിന്ന് ഞാനൊരു മോഡൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തയ്പ്പിക്കാനാണ് കൊടുക്കുന്നത്. എങ്ങനെ വരുമെന്നറിയില്ല, എന്തായാലും കൊടുത്തു നോക്കാം. അതുപോലെ തന്നെ എൻ്റെ കസിൻ്റെ കല്യാണമെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അമ്മയ്ക്ക് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ബൊട്ടീക്കിലേക്ക് പോവാം. അപ്പം ഞാൻ മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇത് അത്യാവശ്യം നല്ല കളറാട്ടോ. ഒരുപാട് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമല്ല, ഒരു നാച്ചുറൽ ഫിനിഷ് ഉണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് കുഴപ്പമില്ല. ഒരു നാച്ചുറൽ കളറാണ്. അപ്പോൾ അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ ചെന്നിട്ട് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ആക്ച്വലി എനിക്കിത് മാത്രമല്ല, വേറൊരു ഷർട്ട് പാൻറ്റ് ഒരു ഫോമൽ വെയറായിട്ട് തയ്ക്കാൻ പറ്റുമോ എന്നുകൂടെ അറിയാനാണ് ഞാൻ പോകുന്നത്. എൻ്റെ അതിൻ്റെ ഒരു തുണി ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഇതിൽ അവർക്ക് അത്ര സ്പെഷ്യലൈസിങ് ഇല്ല. അപ്പോൾ അതെനിക്കിനി വേറെ എവിടെയെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് കുറേ ബ്ലൗസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ടാണ് അവർ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ ഫ്ലാറ്റിലേക്ക് പോവാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറച്ച് വില്ലാസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ബോഗൻ വില്ലാസൊക്കെ പൂത്ത് വയ്ക്കുന്നതാണ്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഏകദേശം ലഞ്ച് ടൈം ആയിരുന്നു. അപ്പം ഞാൻ വളരെ കുറച്ച് ചോറ് ഞാൻ നോർമലി കഴിക്കാറുള്ളൂ. അപ്പം കുറച്ച് കറികളൊക്കെ നമുക്ക് പെൻഡിങ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതാണ് കഴിക്കുന്നത്. കുറച്ച് സാമ്പാർ, കുറച്ച് പച്ചടി, കുറച്ച് മാങ്ങക്കറി, കുറച്ച് സാമ്പാർ, അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ്ഡ് ആക്കിയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇത് പോരാഞ്ഞിട്ട് ഞാനൊരു മുട്ടയും കൂടെ ഓംലെറ്റാക്കി ഞാൻ കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ ഒരു അവസ്ഥ ശ്രദ്ധിച്ചത്. അത്യാവശ്യം വെയിലൊക്കെ അടിച്ച് നല്ല ടാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയ രീതിയിലൊരു ഫേസ് പാക്കൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കാൻ പോവുകയാണ്. വേറെ അങ്ങോട്ടുമല്ല, നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ കൂടെ കുറച്ചേരൊക്കെ ഇന്ന് കളിച്ചു. അപ്പം കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ബർത്ത്ഡേ ഡെക്കർ ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്നൊക്കെ ഞാൻ പുറകെ പറയാം. ഇനി വരുന്ന വ്ലോഗിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാവേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തി. അങ്ങനെ എടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം നമ്മൾ വേറെ കുറച്ച് കടയിൽ കയറിയായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ട് ഒരു സാധനം ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടി. അതിനി വേറെ എവിടെയെങ്കിലും നോക്കണം, കിട്ടുമെന്ന് അന്വേഷിക്കണം. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളൊരു ബേക്കറിയിൽ കയറി ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. തിരിച്ച് വീട്ടിലേക്ക് പോവാണ് സ്നാക്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.